ഇതൊരു ഹൊറർ വാമ്പയർ സ്റ്റോറിയാണ്. വാമ്പയറിനെ കുറിച്ച് റിസർച്ച് നടത്തുന്ന ഹീറോ ചെന്നുപെടുന്നത് ഒരു ഊരാക്കുടുക്കിൽ, അഴിച്ചാലും അഴിയാത്ത ഒരു കുടുക്കിൽ. നമുക്ക് ഗോസ്റ്റ് ഉണ്ട് ഇല്ലയോ എന്ന് ഇപ്പോഴും കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കിട്ടിയിട്ടില്ല. കുറച്ചാളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ കുറച്ച് ആളുകൾ ഇതൊന്നും സത്യമല്ല, വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പറയുന്നു. എന്നാൽ നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് കാര്യം എടുത്താലും അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു കോയിൻ എടുത്താൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കാര്യം എടുത്താൽ ഓപ്പോസിറ്റ് ചെകുത്താനുണ്ട്. നല്ലതെന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചീത്തതുമുണ്ട്. മരണമെന്നാൽ ജനനവുമുണ്ട്, എറ്റ്സെട്ര എറ്റ്സെട്ര. അങ്ങനെ എന്തെടുത്താലും എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ആത്മാക്കളുമുണ്ട്. പിന്നെ ചിലർ പറയും കണ്ണിൽ കാണുന്നതേ വിശ്വസിക്കൂ എന്ന്. നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? കാണാത്തത് കൊണ്ട് ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ആത്മാക്കളും. നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്തോ നിൽക്കുന്നിടത്തോ കിടക്കുന്നിടത്തോ ആത്മാക്കൾ അടുത്ത് തന്നെ കാണും. അവർ നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കാണണമെങ്കിൽ അവരെ നമ്മൾ വിളിക്കണം. അതിന് ഓജോ ബോർഡ് അതുപോലെയുള്ള ഗെയിമുകൾ കൂടി വിളിക്കാം. അങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആത്മാക്കളെ വിളിക്കാതെ അവരൊരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കുന്നിടത്തോ കിടക്കുന്നിടത്തോ തൊട്ടടുത്ത് തന്നെ ആത്മാക്കളുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് പഴമക്കാർ പറയാറുണ്ട്, കിടക്കാനായിട്ട് കിടക്ക വിരിച്ചിടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വിരിച്ചിടരുതെന്നും അതിലെന്തെങ്കിലും ഒരു ചുളിവോ എവിടെയെങ്കിലും വരുത്തണമെന്ന് പറയാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അതിൽ ആത്മാവ് കയറി കിടക്കുമെന്ന് പറയാറുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. ദുർമരണം സംഭവിച്ചവരും ആഗ്രഹം സബലീകരിക്കാൻ പറ്റാത്തവരുമാണ് ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മരണസമയത്ത് അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുള്ളത്. അങ്ങനെ ആഗ്രഹം സബലീകരിക്കാൻ പറ്റാത്തവരാണ് ഭൂമിക്ക് ചുറ്റും അലഞ്ഞു നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അവർ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് സഹായം ചോദിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾക്ക് കേൾക്കാൻ പറ്റില്ല. ചില നാളുകാർക്കോ ഏതെങ്കിലും രാത്രിയുടെ 7-ാം യാമോ അതുപോലുള്ള യാമങ്ങളിൽ ജനിച്ചവർക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റുമെന്ന് പറയാറുണ്ട്. എത്രത്തോളം ഇതിൽ വാസ്തവമുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾക്കപ്പുറം ഒരു ലോകമുണ്ട്. രഹസ്യങ്ങളുടെയും നിഗൂഢതകളുടെയും യുക്തിക്ക് നിരക്കാത്ത സംഭവങ്ങളുടെയും ഒരു ലോകം. അങ്ങനെ ഒരു കൊച്ചു ലോകത്തിലേക്കാണ് നമ്മുടെ ഹീറോയുടെ യാത്ര, ഒരു വാമ്പയർ പാലസിലേക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഹീറോയ്ക്കെന്നും ആ വാമ്പയർ കോട്ടയെക്കുറിച്ച് എന്തെല്ലാം രഹസ്യങ്ങളാണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് വരും എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഡ്രീം സ്റ്റോറീസിൻ്റെ വാമ്പയർ പാലസിലേക്ക് സ്വാഗതം.